ജെഇ മെയിൻസ് ഫൈനൽ റിസൾട്ടുകൾ ഔട്ടായിരിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും ബ്രില്യൻറ്റ് മുന്നിൽ തന്നെയാണ്. +2 പഠനത്തോടൊപ്പം എൻട്രൻസ് കോച്ചിങ്ങിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മാധവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മാധവനോട് ചോദിച്ചറിയാം. പറയൂ മോന്റെ സ്ഥലം എവിടെയാ? ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. കൊല്ലത്തു നിന്നാണ്. ഓക്കെ. അപ്പം മോൻ എവിടെയാണ് +2 പഠിച്ചത്? ഞാൻ +1 +2 പഠിച്ചത് കെ.ഇ. മാന്നാന സ്കൂളിലാണ്. ഓക്കെ. സോ അതിന് മുന്നേ ചെറിയ ക്ലാസ്സുകളിലാണ്? ഞാൻ 8th വരെ പഠിച്ചത് MGM-ലാണ്. 8th തൊട്ട് പിന്നെ എസ് പബ്ലിക്കിലാണ് പഠിച്ചത് കൊല്ലം. ഓക്കെ. +1 +2 ഇവിടെ മാന്നാനം കെ സ്കൂളിൽ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എൻട്രൻസ് കോച്ചിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളും റെഗുലർ ക്ലാസ്സുകളും? റെഗുലർ ക്ലാസ്സുകളും എൻട്രൻസ് കോച്ചിങ്ങും ഒക്കെ ആദ്യമൊക്കെ കൊണ്ടുവച്ചിട്ട് പാടായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിനനുസരിച്ച് തന്നെ വലിയ കുഴപ്പമില്ലാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിനൊക്കെ സമയം കിട്ടിയിരുന്നോ? നന്നായി. പ്രിപ്പറേഷന് വേണ്ടി ആദ്യം നമ്മൾ കൂടുതലും ഞാനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തത് എൻട്രൻസിന്റെ ടോപ്പിക്. അതിന് ബോർഡ് എക്സാം ഒക്കെ അടുത്ത് വരുമ്പോൾ നമ്മൾ ബോർഡ് എക്സാമിനനുസരിച്ചുള്ള രണ്ടിനും സിലബസ് സെയിം ആയതുകൊണ്ട് തന്നെ എൻട്രൻസിന് പഠിക്കുന്ന അതുപോലെ തന്നെ ബോർഡ് എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ. ഓക്കെ. അപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക സ്ട്രാറ്റജി നിങ്ങൾ എടുത്തിരുന്നോ? ലൈക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു? എൻട്രൻസിന് വേണ്ടി മെയിനായിട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് സിലബസ് ഒക്കെ, കാരണം നമ്മൾ ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് ഒന്നും അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. അപ്പം കൂടുതൽ സിലബസിൽ നിന്നുള്ള ടോപ്പിക്കും കണ്ടന്റും തന്നെ വൃത്തിക്ക് പഠിക്കുക, അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പം സിലബസ് അറിയാം. പിന്നെ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എത്രത്തോളം ടൈം മാനേജ്മെൻറ്റ്, നമ്മൾ കൂടുതൽ എക്സാം എഴുതി മാത്സിന് ഇപ്പോൾ എത്ര ടൈം വെച്ച് നമ്മൾ കൊടുക്കണം, ടൈം മാനേജ്മെൻറ്റ്. പിന്നെ എക്സാം നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമുക്ക് കാണാൻ പറ്റും. കാരണം കുറേ ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യും. അപ്പോൾ കെമിസ്ട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ പഠിച്ചു. ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ മോഡൽ എക്സാംസ്, ഇഷ്ടം പോലെ മോഡൽ എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അത് എങ്ങനെയാണ് മോനെ ഹെൽപ്പ് ചെയ്തത്? മോഡൽ എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ രീതിയിലായിരിക്കും എഴുതുന്നത്. 3 മണിക്കൂർ നമുക്ക് എക്സാമിന് ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ ടൈം മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട്. നമുക്ക് എത്രത്തോളം ടൈം ഡിവോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് സില്ലി മിസ്റ്റേക്സ് എവിടെ വരുന്നു, ഏത് ഏരിയ വരുന്നു, അപ്പോൾ എങ്ങനെയൊക്കെയാണ്, കാൽക്കുലേഷൻ ആണോ, ക്വസ്റ്റ്യൻ വായിച്ച് തെറ്റിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്തൊരു ടെക്നിക്ക് മോനൊന്ന് പറഞ്ഞു തരാമോ? അതായത് ഇപ്പം ഓരോ എക്സാമും കഴിഞ്ഞിട്ട് നമ്മളിപ്പം വന്നിട്ട് നോക്കും ഓരോ എക്സാമിന് ഇപ്പോൾ എന്താണ് തെറ്റ് ചെയ്യുന്നത്. അപ്പം തെറ്റിയ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നത് കൂടെ നോക്കും. അപ്പോൾ നമ്മൾ അടുത്ത എക്സാം എഴുതുമ്പോൾ ആ ഒരു എറർ പിന്നെയും വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഏതായാലും നിങ്ങൾ ജെഇ മെയിൻസിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നപ്പോഴത്തേക്കും വളരെ നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോനെ, എന്താണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നൊരു ഫീൽഡിലേക്ക് വരാനായിട്ടുള്ള മോൻ്റെ ഇൻസ്പിറേഷൻ? എനിക്ക് എൻജിനീയറിങ്ങിനോടുള്ള മെയിനായിട്ടുള്ള താല്പര്യം തന്നെ എനിക്ക് മാത്സ് ചെയ്യാനായിരുന്നു കുറച്ചും കൂടെ താല്പര്യം. അപ്പം ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ എൻജിനീയറിംഗ് ഫീൽഡ് ചൂസ് ചെയ്തത്. ഓക്കെ. ആരെങ്കിലും ഇൻസ്പയർ ചെയ്തവരുണ്ടോ? ഈവൻ മാത്സിലാണെങ്കിലും? ഇല്ല, അങ്ങനെയില്ല. മാത്സിനോടുള്ള ഇഷ്ടം കൊണ്ട് എൻജിനീയറിംഗ് ഫീൽഡിലേക്ക്? മാത്സ്, എനിക്ക് ബയോളജി അത്ര ഇഷ്ടമല്ല. വീണ്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ബീങ് എ ബയോളജി ടീച്ചർ, ബയോളജി ഇഷ്ടമല്ല എന്ന് കേൾക്കും. സാരില്ല, എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അല്ലേ? പിന്നെ മോൻ എന്താണ് ഈ പറയുന്ന എന്നാ പറയുന്നത് എക്സാമിനെ പറ്റിയിട്ട് മോൻ എന്തെങ്കിലും കൂടുതൽ റിസർച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ കൂടുതലും എക്സാമിൻ്റെ ട്രെൻഡൊക്കെ അനലൈസ് ചെയ്യാറുണ്ടായിരുന്നു. ഓരോ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട്, ഇപ്പോൾ അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും പേപ്പറുകൾ എടുത്തിട്ട് ഓരോ പേപ്പറിൽ ഇപ്പം ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു, ഏതൊക്കെ എത്ര ക്വസ്റ്റ്യൻ വന്നെന്നുള്ളത് നോക്കുമായിരുന്നു. പിന്നെ ഏതൊക്കെ ചാപ്റ്റർ ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് വരും നോക്കും. അപ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. കാരണം നമ്മളൊരു രീതി നോക്കുവാണെങ്കിൽ സംഭവം ട്രെൻഡ് ഉണ്ട്. എല്ലാ എക്സാംസിനും ഓരോ ട്രെൻഡിലാണ് ഓരോ ചാപ്റ്റേഴ്സും മിക്സ് ചെയ്ത് വരുന്നത്. നമുക്ക് കുറച്ചും കൂടി ഈ കൺസെപ്റ്റ്സ് മിക്സ് ചെയ്ത് വരുന്നത് ഏതൊക്കെ കൺസെപ്റ്റുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ലോണം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നതെന്ന്. ഓക്കെ. അപ്പം ജെഇ മെയിൻസിൻ്റെ എക്സാമിനേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നിലുള്ളത് ജെഇ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് വേണ്ടിയിട്ടുള്ള മോൻ്റെ പ്രിപ്പറേഷൻസ് ഒന്ന് പറയാമോ? അഡ്വാൻസിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ കൊല്ലം തൊട്ട് മെയിൻസിന് കുറേ സിലബസ് ഡിലീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അതേസമയം അഡ്വാൻസിലുണ്ട്. അപ്പോൾ അതാണ് ആദ്യം പഠിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ മെയിൻസിൻ്റെ ടൈമിൽ അതൊന്നും അത്ര റിവൈസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ആദ്യം ചെയ്തത് ആ ഒരു ടോപ്പിക്കുകളൊക്കെ, പിന്നെ അത് കുറച്ചുകൂടെ നല്ലോണം പഠിക്കുക. പിന്നെ ഫുൾ സാധനം റിവൈസ് ചെയ്ത്, കാരണം പിന്നെ കെമിസ്ട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, കാരണം അഡ്വാൻസിനുള്ള എളുപ്പവും ഈ സമയം ലാഭിക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് പിന്നെ കൂടുതലും പേപ്പർ ചെയ്യാറാണുള്ളത്. മാത്സ് ഒക്കെ അങ്ങനെ പേപ്പർ ചെയ്തുള്ള പ്രാക്ടീസാണ് കൂടുതലും. കാരണം മാത്സ് അഡ്വാൻസിന് ചോദിക്കുന്നത് കൂടുതലും പല ചാപ്റ്ററുകൾ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ സിംഗിൾ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് നല്ലത് അഡ്വാൻസിൻ്റെ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇതേപോലത്തെ ബ്രില്യൻ്റ് ഒക്കെ നടത്തുന്ന മോഡൽ എക്സാംസും ഒക്കെ എഴുതിയാണ് അപ്പം പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ.
സോ ഇനി എല്ലാവരുടെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ JEE മെയിൻസ് ആൻഡ് JEE അഡ്വാൻസ്ഡ് എഴുതുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് IITs അല്ലേ? അപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് IIT എന്നുള്ളൊരു സ്വപ്നം ഉണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല, ടോപ്പ് 5 ആയിട്ടുള്ള IITs ഹാപ്പിയാണ്. ഓക്കെ, ഏതെങ്കിലും കിട്ടിയാൽ ഹാപ്പിയാണ്. അപ്പം ആഗ്രഹം പോലെ തന്നെ ടോപ്പ് 5 IITs ഏതെങ്കിലും ഒരിടത്ത് തന്നെ മോൻ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ഒന്നും കൂടെ. ആൻഡ് ഇനി നമുക്ക് അഡ്വാൻസ്ഡ് വരുന്നുണ്ട്, അപ്പോൾ അഡ്വാൻസ്ഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ കാണാം. ഓക്കെ, സോ കൺഗ്രാജുലേഷൻസ്.